യൂട്യൂബ് റിവ്യൂ കണ്ട് വെയിറ്റ് കുറയ്ക്കാൻ മരുന്ന് കഴിച്ച പെൺകുട്ടി മരിച്ചു. യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കേട്ടിട്ട് എന്ത് വാങ്ങി കഴിക്കുന്ന ട്രെൻഡ് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്ന പല മരുന്നുകളും ശരിക്കും നാച്ചുറൽ അല്ല. ഇതിൽ സ്റ്റിറോയിഡ്സും ഹെവി മെറ്റൽസും ഉണ്ടാകും. ഈ കാണുന്ന ഡേഞ്ചറസ് കെമിക്കൽ കോമ്പൗണ്ട്സ് പലതിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു മെഡിക്കൽ നോളജും ഇല്ലാത്തവരാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് DNP. നമ്മുടെ ബോഡിക്ക് വേണ്ട നോർമൽ എനർജി പ്രൊഡക്ഷനെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ റിതം അബ്നോർമൽ ആക്കിയിട്ട് പെട്ടെന്നുള്ള കാർഡിയക് അറസ്റ്റ് സംഭവിക്കാം. മിക്ക മരുന്നിൻ്റെയും ഭാഗമായിട്ട് ആദ്യം ഉണ്ടാകുന്നത് വോമിറ്റിംഗ് ആണ്. ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നു, BP കുറയുന്നു, പൊട്ടാസ്യം കുറയുന്നു, കിഡ്നി ഫെയിലാകുന്നു, മെയിൻ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് ആൾ മരണപ്പെടുന്നു. സോ കണ്ടിന്യൂസ് വോമിറ്റിംഗ്, പനി, നെഞ്ചിലെ പ്രയാസങ്ങൾ, ശ്വാസമുട്ട്, ബോധം പോകുന്ന അവസ്ഥ, ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ്. ഇതൊന്നും ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. എപ്പോഴും ഓർക്കുക, ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ സമയമെടുക്കും. പ്രോപ്പർ ഡയറ്റും എക്സസൈസും മെഡിക്കൽ സൂപ്പർവിഷനും ആവശ്യമാണ്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞുള്ള മോഹവാഗ്ദാനങ്ങൾ കേട്ടിട്ട് ചതിക്കുഴിയിൽ വീഴരുത്.